വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ തലയിൽ നമ്മളെ ആദ്യം മുതലേ ഉണ്ടായിരുന്നൊരു മെസ്സേജാണ്. ആ മെസ്സേജ് മാറണില്ല. ആദ്യം വന്നപ്പോൾ പിന്നെ ഞാൻ മറന്നുപോയി. വേറെ മെസ്സേജ് വന്നപ്പോൾ അതാണ് പറഞ്ഞത്. അത് മുഖത്തു കുരുക്കൾ, നമ്മൾ മുഖക്കുരു അല്ല, ഒരുതരം ചൊരി പോലെ ഇങ്ങനെ വരും. എന്നിട്ടത് കുറച്ച് കഴിയുമ്പോൾ കറുത്ത നിറമാകും, അതിന് ഭയങ്കര ഊത്തലാവും. ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വന്നു, പിന്നെ കറുത്ത നിറമായി മാറി, പിന്നെ സഹിക്കാത്ത ഊത്തലായി. ആ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വൈവാഹിക തടസ്സങ്ങൾ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സമുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, പലതരത്തിലെ ജീവിതം സമ്മർദ്ദങ്ങൾക്ക് ഞെരുങ്ങി സമാധാനം നഷ്ടപ്പെടുന്നവരെ അപമാനത്തോടെയും നിസ്സഹായതയോടെയും കണ്ണീരുമായി കഴിയുന്നവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ബിസിനസ് തകർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ഇപ്പോൾ തന്നിരിക്കുന്ന ആന്തരികമായ പ്രേരണയാണ്. ബിസിനസ് തകർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പൊട്ടിപ്പോവുക, പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക, അതുപോലെ തന്നെ ബാങ്കിൻ്റെ വലിയ ബാധ്യതകൾ വന്നിരിക്കുക, അതെങ്ങനെ കൊടുക്കണമെന്നറിയാൻ വളരെ വിഷമിക്കുക, പാക ഉടമ്പടി പ്രശ്നങ്ങൾ, ഒപ്പിടിട്ട് തരാത്ത പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള വിഷമതകൾ, സാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള കേസുകൾ, എന്ത് ചെയ്യണമെന്നറിയാൻ പറഞ്ഞ് വിഷമിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ, ദൈവത്തിന്റെ ശക്തികൾ. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. 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 അനുഗ്രഹത്തിൻ നദിയേ അനന്തകൃപ നദിയേ അനുഗ്രഹത്തിൻ അനുദിനം നിൻ പദങ്കരിയേ അടിയനു നിൻ കൃപമതിയേ അനുഗ്രഹത്തിൻ നദിയേ അനന്തകൃപ നദിയേ. മക്കളെ, തീരുമാനമെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാവോ, ഇപ്പോഴീ ആരാധനയെ തുടങ്ങിയതിന് ശേഷമുള്ള എല്ലാ പ്രാർത്ഥനകളും 1 by 1 ആയിട്ട് ഈശോ ഇന്നത് പ്രാർത്ഥിക്കുമെന്ന് ആന്തരിക പ്രേരണ കിട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം നിങ്ങൾക്കറിയത്തില്ലല്ലോ, അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം പോലെ നിങ്ങൾക്ക് തോന്നണം. അല്ല, ഇതെല്ലാം അച്ഛനെ ഓർപ്പിച്ച് തരണമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇതെല്ലാം നടക്കുമെന്നുള്ളതാണ്.
അവസാനമായിട്ട് എന്നാണെന്നറിയാവോ? തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ടെന്നാണ് പറയണത്. അവർക്ക് ഈ ആഴ്ച തീരുമാനം വരും. 7 ദിവസമാണ്. 7 ദിവസത്തിൽ തീരുമാനം. എന്താ തീരുമാനം എടുക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാൻ, ഇത് വിഷനിലുള്ളതല്ല, ഉദാഹരണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് അറിയില്ല, ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് അറിയില്ല, ഏത് വസ്തു വിൽക്കണമെന്ന് അറിയത്തില്ല. ആദ്യം വസ്തു വിൽക്കണോ, അത് ആദ്യം പെര വെക്കണോ, അത് മകളെ കെട്ടിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കൺഫ്യൂഷൻസ് വരികയതിൽ. അപ്പോൾ ഇതുപോലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ആ തീരുമാനം എടുക്കാൻ പറ്റാത്ത കുഴങ്ങിയ ഒരവസ്ഥ, ഇത് ഈ ആരാധനയിലൂടെ ഈശോ മാറ്റും. നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതിക്ക് ആവശ്യമായ തീരുമാനമെടുക്കാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയെ കേൾപ്പിക്കുന്ന കർത്താവേ, തെറ്റാത്ത തീരുമാനം, നഷ്ടം വരാത്ത തീരുമാനം എടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ആലോചന ശക്തിയാൽ സഭയെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കന്നുകാലികള്, ചെറുകിട കുടിൽ വ്യവസായങ്ങള്, നമ്മുടെ സ്വകാര്യമായ ചില വരുമാന മാർഗങ്ങൾ, ആ മേഖലകളെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, അങ്ങനെ മക്കളെ കഞ്ഞിപ്പിച്ച് പോകാൻ, ആഹാരം കഴിച്ചു പോകാൻ, സമാധാനം, നമ്മുടെ വരുമാന മാർഗങ്ങളെ കർത്താവേ നീ ആശീർവദിക്കണമേ. കർത്താവേ അവിടെ നിലനിർത്തി കൊടുക്കണമേ. കർത്താവിന്റെ കരുണ അല്ലെങ്കിൽ ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah. 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 Lord Jesus Christ, pour out His Spirit. Walk with the precious and with the truth of the Catholic Church, the power of Jesus Christ, with the merit of our Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നച്ച വസ്തുക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ഡിനോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട്. ഞാൻ ആദ്യം
ഇന്നാണ് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം, എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത്, എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 8 years ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ബാക്കി ഹസ്ബൻഡ് പറയും. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി. എൻ്റെ പേര് ഡിനോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ. ആ കമ്പനിയിൽ മാനേജറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജർ, അതായത് ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തമ്മിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ, അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ്, ഹൈക്കിങ്, പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ ചോദ്യം ചെയ്തു. 8 കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് മാനേജർ പറഞ്ഞു, മലയാളിയാണ്, എന്നോട് പറഞ്ഞു, എക്സിറ്റ് പൊക്കോ, നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എക്സിറ്റ് പൊക്കോ, അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എക്സിറ്റ് പൊക്കോണ്ട്, കുഴപ്പമില്ല, എനിക്ക് എക്സിറ്റ് അടിച്ചു തന്നോളെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ പോയില്ല, ഒരു 15 ദിവസം കമ്പനിയിലേക്ക് പോയില്ല, എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട്. എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് പോവാണ്ട് 15 ദിവസം നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട്, നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത്, നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ്, ലൈഫ് സൗദിയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല, വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ്, ഇക്കാമയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്ക്, അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത്. ആ ചേച്ചി പറഞ്ഞ ചേച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലേ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരിക. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചൊല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1-ാം തീയതി
2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഇനി രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട് അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണാം. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുള്ള കട്ടിലിന്മ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ എന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങുന്നുണ്ടോ, അവൾക്കറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത്, വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ കണ്ണ് തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും ബൈബിൾ വായിച്ചു. അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടണില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് സാധാരണ, എന്താണ് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടും ചോദിക്കണില്ല. ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല, ഇവളവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കില്ല, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഇവളെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ ഇവളെ അടുക്കളയിൽ നിന്ന് പാത്രം മോറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കണ കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല, പ്രാർത്ഥന എത്തിക്കേണ്ടതെന്ന്. അതിന് ഞാനൊന്നും വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ ഇല്ല അവിടെ ഇരിക്കാൻ, അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടുമില്ല ഒന്നും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു, ഇതേ വന്നു, നീ ഇവിടെ അല്ലായിരുന്നേ, കട്ടിലിൻ്റെ ഈ സ്ഥലത്തല്ലേ ഇരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല, സത്യമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പേടി പോലെ വന്നു, ഒരു തണവ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നത്? ഞാൻ ചോദിച്ച വശം ഞങ്ങളുടെ AC-യിൽ സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. ഞാനിത് ചോദിച്ചു, മാതാവ് നീയാണോ വന്നതെന്ന്, ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീനാണോ വന്നതെന്ന് ചോദിച്ച വശം ആ ഫോട്ടോ വീണു. ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോയി, ഒരു വിശ്വാസം വരികയും ചെയ്തു. അതാണ് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവളുടെ ഉടമ്പടി, വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി, 3 മാസം കഴിയാറായി. അതായത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് കഴിയണത്. അപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതി ഇവൾ പറയണം എന്നോട് 22-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും 1 സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യമാണ്. ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. 16-ാം തീയതി 18-ാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ്. ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഹുറൂബുള്ളവർക്കെല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 18-ാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ്, മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൗദി പറഞ്ഞു,
ഇപ്പോൾ കാലത്തൊട്ട് ഫയലൊന്നും ഓപ്പൺ ആവണില്ല, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശാമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും. അരമണിക്കൂറായില്ല, അതിനു മുമ്പ് വിളിച്ചു, സൗദി വിളിച്ചിട്ട് ഡിനോൺ ആക്സസ് ആവുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, 80% ഇപ്പോൾ ചേഞ്ച് ചെയ്തു, ഇനി 20% കൂടി ചേഞ്ച് ചെയ്യുള്ളൂ, 20% ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം, ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട്, ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയായി, അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് അതിൻ്റെ അടുത്ത ദിവസം 21-ാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു. ആ സൗദീനെ പോയി കണ്ടു. സൗദി പറഞ്ഞു ചെയ്യാം, നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി ഇവളുടെ അവസാനിക്കുന്നതിൻ്റെ അന്ന് ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി അവസാനിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ഹുറൂബ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഇക്കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തിരിച്ച് പുതിയൊരു ജോലിക്കും കയറി, വേറൊരു ജോലിക്കും കയറിയിട്ട് 1-ാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല, സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് പൈസയായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം, പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ ചോദിക്കണ എന്തെങ്കിലും ഈ പാവപ്പെട്ടവറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഈ കാമയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ഈ 1.5 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ വന്നത് 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ എന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്ന് ഉപവാസമാണ്. ഒന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് ലിജോ ജോസ്, തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ ഇടവകയിൽ നിന്നാണ് വന്നത്. ഇതെൻ്റെ ഭാര്യ സോണിയ ലിജോ. ഞങ്ങൾ 6/3/2019 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 86 മുതൽ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഒരു 2004 മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 ഏക്കറോളം ലാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ ഇത്തിരി തകർച്ചയുടെ വക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കണില്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളൊന്നും നടക്കണില്ല. അങ്ങനെ ഒരു സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ വന്ന് പലരുടെയും കടയിൽ വരുന്ന പാത്രങ്ങളും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞതും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 6/3/2019 ഞാനും ഭാര്യയും മക്കളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരു 2 പ്രാവശ്യം 1-2 പുതുക്കണ വരെ വളരെ തീക്ഷ്ണമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗണായി എല്ലാവരും ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ ഒരു രൂപത്തിൽ വന്ന് ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ ഒരു കച്ചവടം തന്ന് കുറച്ചധികം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഒന്നും ഫോൾട്ടായിട്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 1.5 കോടി രൂപയുടെ കക്ഷി അത്രയും കച്ചവടം തന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഷോൾഡർ ഫ്രീ ആക്കാനായിട്ട് നമ്മൾ സാധിച്ചു ആദ്യത്തായിട്ട്. അത് 2019 നടന്നത്. എനിക്കത് വന്ന് പറയാനായിട്ട് ഇവിടെ വന്ന്
നമ്മൾക്ക് സ്വയം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാതിരുന്നത്. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അതൊന്ന് പറയാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നു ആദ്യം തെറ്റ്. രണ്ടാമതായിട്ട് 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലങ്ങളുടെ റീസർവേ കഴിയാണ്ട് ഒരു 15 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അതൊന്നും നടന്ന് കിട്ടണില്ല. അത് ഇങ്ങനെ എന്തെങ്കിലും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീണ്ടു പോവുകയാണ്. ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഒരു ഹൈവേ അതിൻ്റെ 3 അഡ്ജസൻറ്റ് പ്രോപ്പർട്ടികൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഫോറസ്റ്റിൻ്റെ, ഒന്ന് PWD റോഡ്, ഒന്ന് ഗവൺമെൻറ് പുറമ്പോക്ക്, അങ്ങനെ കിടക്കുന്ന നല്ലൊരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ്. അത് റീസർവേ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ഒരുപാട് പ്രാവശ്യം. ഇപ്പോൾ അത് റീസർവേ ചെയ്ത് കിട്ടി. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമതായിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ തൊട്ടൊരു വലിയൊരു റിസഷൻ വന്ന അന്ന് മുതൽ മാർക്കറ്റ് വളരെ ഡൗണായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടൈറ്റൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഒരു 2 ഫ്യൂച്ചർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്ടോബറിലായിരുന്നു ജപമാല റാലി. അന്നത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ അതിൻ്റെ എക്സ്പയറിയാണ്. ആ സാധനത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറിയാണ്. എത്രയാണ് നഷ്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടത്തിൽ അത് സെല്ല് ചെയ്തിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം അതിനകത്ത് 15 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ലോസിലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ജപമാല റാലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനകത്ത് പങ്കെടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന് റാലിയിൽ പങ്കെടുത്ത്. അതുപോലെ തന്നെ അന്നത്തെ അവസാനത്തെ തേഴ്സ്ഡേ അന്നത്തെ ഒരു ദിവസം ഗവൺമെൻറ് അതിൻ്റെ തലേ ദിവസം എക്സൈസ് ഡ്യൂട്ടി, ഗോൾഡിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കാര്യമായിട്ട് കുറച്ച് കൊണ്ടൊരു പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ടൈറ്റൻ എന്നുള്ള ഷെയർ 10% അപ്പർ സർക്യൂട്ടിൽ അത് ക്ലോസ് ചെയ്തു. എനിക്കത് ചെറിയൊരു 1.5 ലക്ഷം ലോസിൽ നിന്ന സാധനം എനിക്കൊരു ചെറിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. പിന്നെ മൂന്നാമതായിട്ട് കിണറ്റിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിണറിൽ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങുകയും വെള്ളം തീരെ കുറയാനൊരു ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ വയറ്റിൽ അസുഖം, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം വയറ്റിൽ ബുദ്ധിമുട്ടുകളും ആശുപത്രി പോകേണ്ട അങ്ങനെ അവസ്ഥകളുണ്ടായിരുന്നു. കിണറിൽ ഉപ്പും പരിശുദ്ധ വെഞ്ചരിച്ച വെള്ളം തെളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിന് കുറവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് ആ കലങ്ങലും പൂർണ്ണമായും മാറിക്കിട്ടി. 2008 ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു ഏക്കറോളം സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു എഗ്രിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2008 വലിയൊരു റിസഷൻ വന്നപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് 1 ഏക്കറാണ് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് 40 സെൻറ്റോളം ഞാൻ ഓൾറെഡി അത് ഡേറ്റിന് മുന്നേ ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 60 സെൻറ്റ് സ്ഥലം ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് അവർ ഒന്ന് രണ്ട് മാസത്തോളം ഒരു എക്സ്ക്യൂസൊക്കെ തന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കരാറ് നീട്ടി കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലം വന്ന് അളന്ന് നോക്കി അവസാനം ഇന്ന് അളന്ന് നമുക്ക് സ്കെച്ച് തന്നപ്പോൾ അതിനകത്ത് 20 സെൻറ്റിൻ്റെ 3 പ്ലോട്ടാണ് ഇനി തീരെടുക്കാനുള്ളത്. അതിൽ ഒരു 20 സെൻറ്റിൻ്റെ പ്ലോട്ടിനകത്ത് ഒരു 6 സെൻറ്റോളം സ്ഥലം പുറമ്പോക്കുണ്ട്. ആ പുറമ്പോക്ക് സ്ഥലത്തിനും കൂടി അവർക്ക് പൈസ കൊടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് പെര വെച്ച് താമസിക്കാനോ കൃഷി ചെയ്യാനോ എനിക്ക് ആവശ്യമില്ല, എനിക്ക് വിൽക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഡീലിൽ പേപ്പറിലാക്കി തന്നാലേ ഞാൻ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തർക്കത്തിൻ്റെ പുറത്ത് അവർ പിന്നെ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ആ പൈസ മടക്കി തന്നാൽ മതി, നമ്മുടെ സമയം പീരീഡ് കഴിഞ്ഞു, നമ്മൾ തന്ന 10 ലക്ഷം രൂപ അഡ്വാൻസ് അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതി, തീരെടുത്തതിൻ്റെ പൈസയൊക്കെ ഓൾറെഡി സെറ്റിൽഡാണ്, 10 ലക്ഷം മടക്കി തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയണ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് ഫുള്ളായിട്ട് ഫോർഫീറ്റ് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കണം. അത് പ്രകാരം അവരൊന്നും തന്നില്ല.
ഞാൻ അങ്ങനെ 2010 തൃശ്ശൂർ സബ് കോടതിയിൽ കേസിന് പോയി. എനിക്ക് 2016 അത് ഞങ്ങൾ ബാക്കി പല സ്ഥലം തീരെട് കിട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഫുൾ വാല്യൂം കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 4 lakhsോളം കോർട്ട് ഫീ അടച്ചിട്ട് ഞാൻ കേസിന് പോയി. എനിക്ക് സ്ഥലം തന്നില്ല. ഓൾട്ടർനേറ്റ് പ്രയറായിട്ടുള്ള കേസും അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും 12% പലിശയും കോടതിക്ക് വിധിക്ക് ശേഷം 6% പലിശയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിധി വന്നു. അവർ പറയണു ഈ സ്ഥലം ഈ പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല, ഞങ്ങൾ ഫുള്ളായിട്ട് ഈ അഡ്വാൻസ് മണി അല്ല ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചാണ്. അതാണ് അമ്മ മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് എഴുതി വെച്ചേക്കണത്, കരാറിൽ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ്. ഏണസ്റ്റ് മണി നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഏണസ്റ്റ് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടാത്തൊരു പൈസയാണ്. ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നമ്മൾക്കറിയില്ല ഇതിനകത്ത് അഡ്വാൻസ് മണി എന്ന് തന്നെയല്ല അവിടുത്തെ എഴുതാറ്. പക്ഷേ ഇവർ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്ന് ഞാൻ എഴുതി കൊണ്ടുപോയ ഡോക്യുമെൻറ്റിലാണ് അവർ സൈൻ ചെയ്ത് തന്നതാണ്. പക്ഷേ അവർ ഇതിനകത്ത് എഴുതി വെച്ചാണ് ഏണസ്റ്റ് മണി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഇതിന് ചലഞ്ചിങ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയി. 2017 അവർ പോയി. 2025 ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ വിധി വന്നു. അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ പേപ്പറുകളും ആധാരങ്ങളും ആയിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്നു. അത് കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു. അച്ഛനെ വന്ന് കണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഈ കേസ് 12% വിധിയാണ് തൃശ്ശൂരിൽ നിന്ന് വിധിച്ചെങ്കിലും ഇവരത് ഹൈക്കോടതിയിൽ നിന്ന് 8% പലിശയായിട്ട് എനിക്ക് തരാനായിട്ട് വിധിച്ചുകൊണ്ട് വിധി വന്നു. ഈ വിധിയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ വരെ ഉള്ളത് ഈ അഡ്വാൻസ് ഏണസ്റ്റ് മണി എന്നുള്ള വാക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അഗെയിൻസ്റ്റായിട്ട് ആദ്യമായിട്ടുള്ള വന്നൊരു വിധിയാണ്. അപ്പോൾ ഇത് പുതിയ കേസുകൾക്ക് അതിൻ്റെ ജേണലിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരണം, പുസ്തകത്തിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള ഒരു വിധിയായിട്ട് ഈ സാധനം ഇതിനകത്ത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പം അതിൻ്റെ എക്സിക്യൂഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് അത് പരിശുദ്ധമ്മ ഇടപെട്ട് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന 2 നിയോഗങ്ങളാണ്. പരിശുദ്ധ അമ്മ 4ാമത്തെ ഒരു നിയോഗമാണ്. ഈ 2-3 കേസുകളുണ്ട്. ആ കേസുകളിൽ നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. പരിശുദ്ധ അമ്മ വക്കീലായിട്ട് വന്നിട്ട് ഇത് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു അപകടം പറ്റിയത്. ആ കേസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നു. അതിൻ്റെ തീരുമാനമായി അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിത്തന്ന് അതിനും തീരുമാനമായി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങി തന്ന പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരെന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടെ പുത്തമ്പള്ളിയുടെ പരിസരത്തും അങ്ങനെ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. മിക്കവാറും കടയിൽ നിന്ന് പോകാൻ ഒഴിവില്ലാത്തപ്പോൾ തൃശ്ശൂർ അങ്കമാലി 2-3 സ്ഥലങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയാണ് അയച്ചു കൊടുക്കാറ്. അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുന്നത്. കാരണം കടയിൽ വരുന്ന സമയം കിട്ടുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ നമ്മുടെ കിട്ടിയ നന്മകളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കുറേയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ തിരുത്തി കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ മനസ്സിലാക്കിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി കൊടുത്തു പോയതൊരു സാക്ഷിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ കയറി നിൽക്കാനും ആൾത്താരയിൽ നമ്മളങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്നുള്ള പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് കയറി നിൽക്കാനും ഭയങ്കര പേടി കൊണ്ടാണ് അവിടെ എഴുതി കൊടുത്തു പോയത്. നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മൾ പൊതുസമക്ഷത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പിശാചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും
ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് അവസരം തന്നതിന് നന്ദി പറയുന്നു.